ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഉപയോഗം കൊണ്ട് കുട്ടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അത് തരണം ചെയ്യാനുള്ള മാർഗങ്ങളെയും പറ്റിയാണ്. അപ്പോൾ ഏറ്റവും അധികം നമ്മുടെ കുട്ടികൾ ഈ പേഷ്യൻസ് ആയിട്ട് വരുന്നത് ഈ മൊബൈലിൻ്റെ എഡിക്ഷൻ കാരണമാണ്. അത് എല്ലാ ഏജിലും, ചെറിയ കുട്ടികൾ മുതൽ വലിയ ഒരു 17 വയസ്സ് വരെയുള്ള കുട്ടികൾ വരെ നമുക്ക് ഈ പ്രോബ്ലത്തിന് അടിമയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ തീരെ ചെറിയ കുട്ടികളിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാരൻസ് തന്നെയാണ് കാരണക്കാരായി മാറുന്നത്. കൂടുതലും അവരുടെ പണി തീരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടെ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഒക്കെ കുട്ടികളെ ഇത് കാണിക്കാനായിട്ട് വെച്ചു കൊടുക്കുന്നു. അല്ലെങ്കിൽ അവർ ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്, അവിടെ സൗണ്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഫോൺ കാണിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നും ഈ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഡോപ്പമിൻ്റെ റൈസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഡോപ്പമിൻ്റെ റൈസ് ഉണ്ടാകുന്നത്, ആ ഡോപ്പമിൻ ഹോർമോൺ നമുക്ക് വേറെ എങ്ങും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടാനായിട്ട്. വേറെ ഒരു എൻ്റർടൈൻമെൻറ്റിനും അത്രയും സന്തോഷം ആ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് വരുന്നതിനനുസരിച്ച് ഇവർക്ക് ഇത് വീണ്ടും വീണ്ടും കാണണം എന്നുള്ള ആഗ്രഹം, അതായത് ഒരു എഡിക്ഷനിലോട്ട് ഈ ചെറിയ കുഞ്ഞു കുട്ടികൾ വരെ അതിലോട്ട് പെട്ടുപോവുകയാണ്. അതുകൊണ്ട് കൂടുതലും നമ്മൾ ഈ ഫോൺ ഉപയോഗം ചെറിയ കുട്ടികളിൽ, അതായത് 1.5 വയസ്സ് വരെ തീരെ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. നമ്മൾ ഫോൺ കൊടുക്കാനേ പാടില്ല, കേൾക്കുന്നതും കാണിക്കുന്നതും നല്ലതല്ല എന്നാണ് പറയുന്നത്. 1.5 വയസ്സ് വരെ. 1.5 കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു പ്രശ്നം, കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണ് ഈ ആദ്യത്തെ ഒരു 7 വയസ്സ് വരെ എന്നുള്ളത്. ആ സമയത്ത് മാക്സിമം നമ്മൾ ഫോൺ ഉപയോഗം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് നമ്മൾ കാണുമ്പോൾ നമുക്കൊരു എഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ നിന്നുമാണ് ഈ 1 വയസ്സ് കഴിയുമ്പം കുട്ടികൾക്ക് ഓട്ടിസ്റ്റിക് ടെൻഡൻസി എന്നൊക്കെ പറയുന്ന ഹൈപ്പർ ആക്ടിവിറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ അറ്റൻഷൻ ഡെഫിഷ്യൻസി ഡിസോർഡർ, ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് രൂപപ്പെടുന്നതിൻ്റെ ഒരു ഭാഗം ഈ ഫോണും കൂടി വഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ADHD ഒക്കെ ഐഡന്റിഫൈ ചെയ്ത കുട്ടികളെ തീരെ മൊബൈൽ കാണിക്കാതിരിക്കുക. കാരണം അവർക്ക് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പെട്ടെന്ന് എഡിക്ഷനിലോട്ട് പോകുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറിയ കുട്ടി മുതൽ ഈ ഒരു അപകടത്തിന് ഇരയാവുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കേസസ് ആണ് വരുന്നത്. ഇതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. അതായത് നമുക്ക് എന്ത് പറ്റും, ഇങ്ങനെ ഒരു ഡോപ്പമിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ടുള്ള എഡിക്ഷനും അത് തന്നെ കാണണം എന്നുള്ള പിടിവാശിയും, അതിൽ നിന്നാണ് പിന്നെ നമ്മുടെ ഫീലിങ്സ് ഒക്കെ മാറ്റം വരുന്നത്. അതായത് നമുക്ക് സ്നേഹം, സന്തോഷം, ടെൻഷൻ, വിഷമം ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് കുട്ടി പോവുകയാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ ബ്രെയിനിലുള്ള ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററിലും വ്യത്യാസം വരുന്നുണ്ട്. ഗ്രേ മാറ്ററിൽ വ്യത്യാസം കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ കുറവ്, അതേപോലെ തന്നെ ഈ ഫീലിങ്സ്, നമ്മുടെ എല്ലാ തരത്തിലുള്ള ഫീലിങ്സും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് മാറിപ്പോകുന്നു കുട്ടികൾ. ഇതിൽ നിന്നാണ് നമുക്ക് ബിഹേവിയറൽ ഡിസോർഡർ എന്നൊരു കണ്ടീഷൻ വരുന്നത്. അത് നമുക്ക് ഒരു 7 ഇയേഴ്സ് കഴിഞ്ഞിട്ട്, അതുവരെയുള്ള കേസസ് നമുക്ക് എങ്ങനെയായാലും, എത്ര നമ്മൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട്, എങ്ങനെയായാലും ഓട്ടിസം അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും. ADHD അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിഷ്യൻസി, അങ്ങനത്തെ പല രീതിയിൽ ഇതൊക്കെ ഒരു തരം ഒരു സിൻഡ്രോമാണ്. അതായത് ഒരുപാട് സിംറ്റംസ് കൂടിയ, ഒരുപാട് കാര്യങ്ങൾ കൂടിയിട്ടാണ് ഇത് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെയാണെന്നല്ല പറയുന്നത്, അതിനൊരു ഭാഗം ഈ ഫോൺ വഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി 7 വയസ്സ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചലനം, അതായത് നമ്മൾ ഫോൺ നോക്കിയിട്ട് ചെയ്യുമ്പം അതിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ഗെയിമൊക്കെ ആണെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും ഫാസ്റ്റ് ഇത് മൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ടുള്ള ഒരു കണക്ഷൻ കട്ട് ഓഫ് ആയി പോകുന്നു. അപ്പം നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ കാണുന്നില്ല, ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. ഈ കുട്ടി ഇതിലോട്ട് തന്നെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനോ ആരെങ്കിലും വിളിച്ചാൽ പോലും കേൾക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് കുട്ടി പോകുന്നത്. അതൊരു 7 മുതൽ 10 വയസ്സ് വരെ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്താ പറ്റണേന്ന് വെച്ചാൽ അവർക്ക് ബാക്കി ആരോടും അവർ സംസാരിക്കുന്നത് കുറയ്ക്കും, അവർ തന്നെ കുറയ്ക്കും. കാരണം അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് കയറുവാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെ എഡിക്ഷൻ ഉണ്ട്. അപ്പം അതിലോട്ട് ശ്രദ്ധിക്കും തോറും പുറത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അവരുടെ പഠിത്തത്തെ പറ്റി അവർ മറന്നു പോകുന്നു, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ പറ്റി അവർ മറന്നു പോകുന്നു. അവർക്ക് ഇത് മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരവസ്ഥ വരുന്നു. അതിൽ നിന്നും നമ്മൾ നിർബന്ധിതമായിട്ട് ഇത് മാറ്റാൻ ശ്രമിച്ചാൽ അവർക്ക് ദേഷ്യം വരുന്നു, കരച്ചിൽ വരുന്നു. അപ്പം എന്താണ്, അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒറ്റ ഫീലിങ്സും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ലാണ്ടാകുന്നു. പിന്നെ അവർ മറന്നു പോകുന്നു കാര്യങ്ങൾ, ആബ്സെന്റ് മൈൻഡഡ് ആയി പോകുന്നു. ഒട്ടും ഓർമ്മയില്ല, പഠിച്ചത് ഓർമ്മയില്ല, കാര്യങ്ങൾ
എന്താ പറഞ്ഞത് ഏൽപ്പിച്ചത് ഓർമ്മയില്ല. കാരണം അവരുടെ ശ്രദ്ധ അത്രയും തന്നെ കുറയാനുള്ള ഒരു സാധ്യതയും കൂടിയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും പ്രശ്നമുള്ള അവസ്ഥ. പിന്നെ 10 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അൺകൺട്രോളബിൾ ആണ്. അതായത് നമുക്ക് പാരന്റ്സിന് ഇതിലൊരു ഇൻഫ്ലുവൻസും ചെയ്യാൻ പറ്റില്ല. ഒരു 10 ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി തന്നെ വിചാരിക്കാണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒത്തിരി പാടാണ്. അല്ലെങ്കിൽ മരുന്നിന്റെ സഹായം തേടുക, അല്ലെങ്കിൽ ഡോക്ടറിന്റെ, സൈക്കോളജിസ്റ്റിന്റെ, സൈക്കാട്രിസ്റ്റിന്റെ ഈവൻ നമുക്ക് സഹായം തേടേണ്ട ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. കാരണം പിന്നീട് നമുക്ക് വരുമ്പോഴേക്കും അവര് പല രീതിയിലാണ്, അതായത് 3 തരത്തിലുള്ള സാധനങ്ങളാണ് ഇവരെ കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. ഒന്ന് റീൽസ്, എല്ലാവരും കാണുന്നതാണ് റീൽസ് എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് ഗെയിംസ് കളിക്കണം എന്നുള്ളൊരു ചിന്ത. പിന്നെ ഒന്ന് പല ആൾക്കാരുടെ ആരാധക അവസ്ഥ. അതായത് എന്താ പറയുന്നത്, ഒരുപാട് ആൾക്കാരെ ഇപ്പം പലപ്പോഴും നമുക്ക് പിടിക്കപ്പെടുന്നത് കാണാം. ഒത്തിരി അബ്യൂസീവ് ആയിട്ടുള്ള വേർഡ്സ്, അതായത് മോശം വേർഡ്സ് ഉപയോഗിക്കുന്ന ഒരാളുടെ ആരാധകന്മാരാണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികളാണ് ഇതിൽ കൂടുതലും. 10 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾ. അപ്പൊ അവരെ അങ്ങ് ആരാധിക്കുമ്പം നമ്മളിപ്പം സിനിമയിലെ ആൾക്കാരെ ആരാധിക്കുന്ന പോലെ കുറെ യൂട്യൂബേഴ്സിനെ അവർ ആരാധിക്കുകയാണ്. അവർ ചെയ്യുന്നത് പോലെ എനിക്കും ചെയ്യണം എന്നോർത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ചെയ്യുന്ന പിന്നെ സംസാരിക്കുന്ന ഭാഷ, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കുട്ടികളും കൂടി ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നും ഒരുപാട് കേസസ് വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾ വന്ന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അവരത് ചെയ്യുന്നുണ്ടല്ലോ, അവരത് കാണിക്കുന്നുമുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്തയിലോട്ട് കുട്ടി എത്തിപ്പോവുകയാണ്. അപ്പൊ എന്തായാലും അത് പാരൻസിന്റെ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം പാരൻസിന് ഒരു പരിധിയിൽ കൂടുതൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം വയസ്സ് കൂടുന്തോറും കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്നത് കാണാം. അപ്പൊ ഇതാണ് ഒരു കാര്യം. പിന്നെ റീൽസിന്റെ നമുക്കറിയാമല്ലോ, നമ്മളിങ്ങനെ കാണുന്ന എന്താണ് അവർ കാണുന്നത് എന്നുള്ളത് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ത് കാണുവാണെങ്കിലും അവരുടെ കൈയിന്റെ മൂവ്മെന്റും പിന്നെ കോൺസെൻട്രേഷനും ഒത്തിരി കുറയുന്നു. അവർക്ക് എപ്പോഴും ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരെണ്ണത്തിൽ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് അത് വായിക്കാൻ പോലും ഉള്ള ഇൻട്രസ്റ്റ് വരുന്നില്ല. അപ്പം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധ അത്ര തന്നെ ഇതാവുന്നു, കുറയുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ ഒട്ടും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്കും എല്ലാ രീതിയിലും അവർ ഡൗൺ ആവുകയാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഇല്ല, മറ്റുള്ളവരോട് സംസാരമില്ല, കൺഫ്യൂഷൻ ഉണ്ടാവുന്നു, പിന്നെ പഠിപ്പിലും കുറയുന്നു, ഫിസിക്കലി കണ്ണുവേദന, കഴുത്തുവേദന, പോസ്ചറിന്റെ മാറ്റം. അതായത് നമ്മുടെ കഴുത്ത് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് കണ്ടിട്ട് നമ്മുടെ പുറം വളയാനുള്ള സാധ്യത, അങ്ങനെ പോസ്ചർ പോലും മോശമായി വരുന്ന ഒരവസ്ഥയിലേക്ക് ഈ കുട്ടി പോവുകയാണ്. പിന്നെ ഏറ്റവും വലിയ കുട്ടികൾ, അതായത് 17 ഇയേഴ്സ് ആൻഡ് എബോവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ 17 ഇയേഴ്സ് 15 to ആ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ഗെയിമിൽ അടിമപ്പെട്ട് ചിലപ്പോൾ സൂയിസൈഡൽ ടെൻഡൻസി വരെ ഉണ്ടായേക്കാം. പലതരത്തിലുള്ള അപകടങ്ങളിലോട്ട് കുട്ടി പോയേക്കാം, ചിന്തകൾ മാറിയേക്കാം, അവർ കാണിക്കുന്ന പോലെ കാണിക്കാൻ ശ്രമിച്ച് ഇമിറ്റേറ്റ് ചെയ്ത് അപകടത്തിൽ പെട്ടേക്കാം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു മൊബൈലിന്റെ എഡിക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ എല്ലാ കുട്ടികളിലും ഇത് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു സാഹചര്യമാണ് നടന്നു പോകുന്നത്. എല്ലാ ഏജിലും പ്രശ്നങ്ങളുണ്ട്. അത് ആദ്യം കുഞ്ഞിലെ ആണെങ്കിൽ നമുക്കത് രോഗമായിട്ട് കണക്കാക്കാം. ഓട്ടിസം എന്നോ ADHD എന്നോ ഒക്കെ പറഞ്ഞ് വിളിച്ച് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യാം. പക്ഷെ വലിയ കുട്ടികളാകും തോറും നമ്മൾ പഠിത്തത്തിൽ മോശമാവുന്നു എന്ന് പറഞ്ഞാലും അതിന് എന്താണ് കാരണമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം മൊബൈൽ എല്ലാവരും കാണുന്നുണ്ട്, എല്ലാ കുട്ടികളും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമായി ചെയ്യാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇനി ഇതിന്റെ സൊല്യൂഷൻ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. എല്ലാം നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ എങ്കിലും നമുക്ക് ഒരു പരിധി വരെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ടൈം ലിമിറ്റ് ആണ്. ടൈം ലിമിറ്റ് കൊടുത്തേ പറ്റൂ. നമ്മൾ ഫോൺ കാണുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അസുഖമുണ്ടോ, അസുഖമില്ലേ, ADHD ഉണ്ടോ എന്നൊന്നും നോക്കാതെ തന്നെ നമുക്ക് ടൈം ലിമിറ്റ് തീരുമാനിക്കാം. അത് പാരൻസ് വഴി കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിൽ പിന്നെ എന്താണ് ഈ കുട്ടിയുടെ കാണുന്നത്? റീൽസ് ആണോ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഗെയിംസ് ആണോ നിന്റെ പ്രശ്നം? അല്ലെങ്കിൽ ഇതിൽ ഏത് തരത്തിലാണ് നമ്മുടെ ഫോൺ ഇവൻ എഡിക്റ്റ് ആയിരിക്കുന്നതെന്ന് അന്വേഷിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് റീൽസ് ആണെങ്കിലും നമുക്ക് എല്ലാത്തിനും ഒരു ചെറിയ ടൈം കുറച്ച് കൊണ്ടുവരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 1.5 വയസ്സ് വരെ കാണരുത്. പിന്നെയുള്ള സമയങ്ങളിൽ വലിയ കുട്ടികളിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 15 hours in a week എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് മാക്സിമം 15 hours in a week. അത് തന്നെ അപകടമാണ്, അത്ര തന്നെ കാണാൻ പാടില്ല. ശരിക്കും ഏറ്റവും കുറവ് 10 മണിക്കൂറാണ്. പക്ഷെ എങ്കിലും 10 to 15 hours in a week ആണ് പറയുന്നത്. അത്ര തന്നെ കാണിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ അതിലും കൂടാതെ നോക്കുക, അതിലും കുറയുന്നതിൽ ഒരു കുഴപ്പമില്ല, എത്ര വേണമെങ്കിൽ കുറയ്ക്കാം നമുക്ക്, അങ്ങനെ ചെയ്യുക. പിന്നെ കുട്ടി കാണുന്ന സമയത്ത് ഇപ്പം ഒരു 15 മിനിറ്റ് ആണ് നമ്മൾ കുട്ടിയെ ഫോൺ കാണാൻ
അനുവദിക്കുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് കുട്ടിക്ക് ഒരു മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ അവൻ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. നമ്മൾ ഭക്ഷണം കഴിച്ചു, ഓക്കെ, എൻ്റെ വിശപ്പ് മാറി എന്ന് പറയുന്ന ഒരവസ്ഥ. അതേപോലെ ഞാൻ ഈ ഫോൺ കണ്ടു, എനിക്ക് ഇന്ന് തൃപ്തിയായി, ഇനി എനിക്ക് നാളെ മതി എന്ന് പറഞ്ഞ് കുട്ടി തന്നെ പാരൻസിന്റെ കയ്യിൽ കൊണ്ടുവരാനാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഓക്കെയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് കുട്ടി എത്തണം. നമ്മൾ നിർബന്ധിച്ചു, നിർത്തിക്കോ, ഫോൺ നിർത്തിക്കോ എന്ന് പറഞ്ഞു, പിന്നെ ആക്രോശിച്ചു, എന്നിട്ടും പറ്റുന്നില്ല, ഒരു അടി അടിച്ചു, എന്നിട്ടാണ് കുട്ടി നിർത്തുന്നതെങ്കിൽ പതുക്കെ അവൻ അഡിക്ഷനിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അഡിക്ഷനിലോട്ട് മാറാൻ ഉള്ളൊരു സാധ്യത ആ കുഞ്ഞിലുണ്ട്. അതായി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ടൈം ലിമിറ്റ് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യം കൂടി, അതായത് ഒരു മൈൻഡ്ഫുൾനെസ് കുട്ടിയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്താണ് കാണുന്നത്, നല്ല കാര്യങ്ങൾ കാണുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം കണ്ടിട്ട് പിന്നെ സ്റ്റഡീസ് ആയിട്ട് GK അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളോ ഒക്കെ മാറ്റി, അപ്പോഴും ഫോൺ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ആ സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് കാണുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇനി അതൊന്നും പറ്റുന്നില്ലെങ്കിൽ നിന്നിട്ട് കാണാൻ പറയുക. അവൻ കാണുന്ന കാര്യം നിന്നിട്ട്, കുറേ നേരം കഴിഞ്ഞാൽ അവൻ എന്തായാലും കാല് വേദനിക്കും, അപ്പോൾ നമുക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇരിക്കേണ്ടി വന്നാൽ ഈ ഫോൺ എനിക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ടെക്നിക്കിലൂടെ നമുക്ക് ആ ഒരു ടൈം ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ബെഡ്റൂമിൽ, പ്രത്യേകിച്ച് വലിയ കുട്ടികളുടെ ബെഡ്റൂമിൽ ഫോൺ കൊടുക്കാതിരിക്കുക. കാരണം ഫോണിന്റെ ഏറ്റവും വലിയ ദോഷം എന്താന്ന് വെച്ചാൽ, ഫോൺ കാണുന്നതിനനുസരിച്ച് നമുക്ക് അതിന്റെ ലൈറ്റിൽ നിന്നും ഉണ്ടാകുന്ന മെലറ്റോണിൻ, അത് നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആക്കുന്നു. ഈ ഉറക്കം ഡിസ്റ്റർബ് ആകുന്നതിന്റെ പ്രധാന കാരണം ഒന്ന് അതിന്റെ ലൈറ്റ്, പിന്നെ അതിന്റെ എന്താണ്, ഫോൺ ഉപയോഗിക്കുമ്പോൾ അയ്യോ ഈ എൻ്റെ ഫ്രണ്ട് ആ കുട്ടി എന്താ പോസ്റ്റ് ഇട്ടത്, ഈ കുട്ടി എന്താണ് ചെയ്തത്, ഇതിൽ റീൽസ് എന്തായിരിക്കും, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഗെയിം ജയിക്കുമോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാത്രി എഴുന്നേറ്റിരുന്ന് ഇത് നോക്കും, ഈ ഫോണിൽ ചെക്ക് ചെയ്യും. ഈ ചെക്കിങ് ആദ്യം കുറച്ച് കാലം കുഴപ്പമുണ്ടാവില്ല, പിന്നെ ചെക്ക് ചെയ്ത് നമുക്ക് ഒട്ടും തന്നെ ഉറക്കം കിട്ടാത്തൊരവസ്ഥയിലോട്ട് വരും. ഉറക്കം പോയി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അപ്പം തന്നെ നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വ്യത്യാസം. കുട്ടികളാണെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്കാണ് പോകുന്നത്. എന്താണ് അവന് തീരുമാനിക്കാൻ പറ്റാതെ പ്രോബ്ലം സോൾവിങ് എന്നുള്ള ഒരു അവസ്ഥ തന്നെ അവന് ഇല്ലാതാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉറക്കം പോവും. പിന്നെ അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഇത് കണ്ട് ഒബേസിറ്റി, വെയിറ്റ് കൂടാനുള്ള ഒരു സാധ്യത, അതിൽ നിന്നുള്ള ഹോർമോണൽ ഇംബാലൻസസ്, അങ്ങനെ വേറെ കുറേ പ്രശ്നങ്ങളിലോട്ട് അത് കയറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം ശരിയാവാൻ വേണ്ടിയിട്ട് ഒരു 1 hour ബിഫോർ സ്ലീപ്പ്, നമ്മൾ ഉറങ്ങാനായിട്ട് പോകുന്നതിൻ്റെ 1 മണിക്കൂർ മുൻപേ മാക്സിമം ഫോൺ നിർത്തുക. ഇനിയിപ്പം അല്ലെങ്കിൽ വലിയ കുട്ടികളാണെങ്കിൽ ഈ ഫോൺ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ശ്രമിക്കുക, വൈഫൈ ഒഴിവാക്കുക, അങ്ങനെ ചെയ്യുക. പിന്നെ പാരൻസിന്റെ ഭാഗത്തുനിന്ന് നിങ്ങളെ കളിക്കാൻ വിളിക്കുമ്പോൾ കളിക്കാൻ ചെല്ലുക. ചെറിയ കുട്ടികൾ, ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾ, നിങ്ങളും ഈ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കുക എന്ന് കാണുമ്പോൾ കുട്ടികൾക്ക് കൂടുതലോ പാരൻസും ഇങ്ങനെയാണ്, അപ്പോൾ പിന്നെ ഞാനും ഫോൺ കണ്ടാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ടെൻഡൻസി വരാതെ അവരുടെ മുന്നിൽ നിന്നെങ്കിലും നിങ്ങൾ ഇത് അധികം കാണുന്നത് ഒഴിവാക്കുക. കുട്ടി നിങ്ങളെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കുക. അങ്ങനെ ചെയ്യുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവർ കാണുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യുക. സ്ക്രീനിൽ തന്നെ ഈ ഒരു അലാം സെറ്റ് ചെയ്യുക. ഇന്ന സമയം കഴിഞ്ഞാൽ ഇതിൽ അലാം അടിക്കും, ആ സമയത്ത് ഇത് ഓഫ് ചെയ്യാൻ നിർബന്ധിക്കുക, രാത്രി കൊടുക്കാതിരിക്കുക. അങ്ങനെ നമ്മുടെ കുട്ടിയെ മാക്സിമം അതിൽ നിന്നും എന്താണ് ഒരു ദേഷ്യം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഇനി ഇതും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമുക്കൊരു സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഈവൻ ഡോക്ടറുടെ ഹെൽപ്പും സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അല്ലെങ്കിൽ നമ്മൾ പിന്നെ ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ അതിൽ ശ്രദ്ധിക്കാതെ വിട്ടുപോയാൽ ചിലപ്പോൾ ഒരു വലിയ അപകടത്തിൽ പോയി പെടാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് ഈ ഒരു രീതിയിൽ എപ്പോഴും മൈൻഡ്ഫുൾനെസ് കൊണ്ടുവന്ന് അവരെ ഹാപ്പി ആക്കി തിരിച്ച് ഫോൺ ഏൽപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥയിലോട്ട് കൊണ്ടുവരിക. അത് നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇനിയൊരു വരുന്ന തലമുറയ്ക്കെങ്കിലും ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പെട്ടെന്ന് പ്രശ്നം വരാതിരിക്കുകയുള്ളൂ. കുഞ്ഞിലേ തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഇനിയുള്ള ഒരു ജനറേഷനെ രക്ഷപ്പെടുത്താനാകൂ. താങ്ക് യു.